എന്തല്ല നീറ്റിന്റെ റിസൾട്ട് ഒക്കെ വന്നോ? എങ്ങനെയുണ്ട്? ഇപ്രാവശ്യം കിട്ടുവോ? ഈ ചോദ്യം നിങ്ങളെക്കാട്ടിലും 7 കൊല്ലം മുമ്പ് നമ്മൾ കുറെ കേട്ടതാണ്. കേട്ട് മടുത്തപ്പോ എല്ലാ അലോട്ട്മെന്റിനും കൊടുത്തിട്ട് അവസാനം എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്ന്. അടുത്ത ചോദ്യം ഈനാണ് ചെങ്ങായി ഈ കുറെ റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ മെഡിക്കലിൽ കൊടുത്ത അവസാനം BDS അലോട്ട്മെന്റ് കിട്ടി. BDS ചേർന്നപ്പം കേൾക്കാത്ത ക്വസ്റ്റ്യൻ ഇല്ല. BDS ഒക്കെ ഒരു കോഴ്സ് ആണോ? BDS കഴിഞ്ഞാൽ ജോബ് ഉണ്ടോ? അങ്ങനെ നൂറ് ചോദ്യം. അങ്ങനെ ഈ ചോദ്യത്തിന്റെ അവസാനമായിട്ടാണ് നമുക്ക് MBBS ഒരു മെഡിക്കൽ കോളേജ് കിട്ടുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ക്വസ്റ്റ്യൻ ഒക്കെ അവിടെ കൊണ്ട് തീർന്നെന്ന്. ഓരോ കൊല്ലം കഴിയുമ്പോൾ നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് അടുത്ത കൊല്ലം ഇനി എങ്ങനെ പാസ്സാവുമെന്ന്. അങ്ങനെ അവസാനം തട്ടിമുട്ടി എക്സാം ഒക്കെ പാസ്സായി. പിന്നെ ഇന്റേൺഷിപ്പിന് വലിയ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള നേരം കിട്ടിയില്ലെങ്കിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ മുഴുവൻ ഗവൺമെന്റിനോടായിരുന്നു. സാലറി എന്താ തരാത്തതെന്നുള്ളത്. അങ്ങനെ അവസാനം കഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഡിഗ്രിയും കിട്ടി. കൂടാതെ ട്രോഫി ആയിട്ട് കഷണ്ടിയും. MBBS കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ജോബിന് കയറിയോണ്ട് കുറെ ക്വസ്റ്റ്യൻ ഒക്കെ അവോയ്ഡ് ചെയ്തെങ്കിലും കോൺട്രാക്ട് പീരീഡ് കഴിയാനായപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ തുടങ്ങി. അല്ല മോനെ ഇനി എന്താ പ്ലാൻ എന്ന്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് MBBS എന്നുള്ളത് നീറ്റ് PG ചെയ്താനുള്ള ഒരു ക്വാളിഫിക്കേഷൻ മാത്രമാണെന്ന്. നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻ കേൾക്കേണ്ടി വരും. ഇതിനൊന്നും വ്യക്തമായ ആൻസർ ഇല്ലാണ്ട് വെറുതെ റിപ്പീറ്റ് ചെയ്യാൻ പോകരുത്. ഡോക്ടറൊക്കെ ആവാന്ന് പറഞ്ഞ ഒരു ലൂപ്പാണ് മക്കളെ. അതിൽ പെട്ട് കഴിഞ്ഞാൽ പുറത്തൊക്കെ ഒരു വഴിയില്ല. നിങ്ങൾക്ക് അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം MBBS നോക്കിയാൽ മതിയെന്ന്.